നമസ്കാരം. റീസെൻ്റായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അത് ശരിക്കും എനിക്ക് പറയണം തോന്നി യൂട്യൂബ് വഴി. ആക്ച്വലി ഒരു 7 മാസം വരെ എല്ലാവരും ഭയങ്കര കെയർഫുള്ളാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ അമ്മമാർ ഭയങ്കര കെയർഫുള്ളായിരിക്കും ഒരു 7 മന്ത്സ് വരെ. 7 മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 28 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പലർക്കും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫുഡ് റെസ്ട്രിക്ഷനാണ്. അത് മിക്കവാറും ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന മിക്കവാറും ഒരു 18 ഇയർ 19 ഇയർ 20 ഇയർ ഓൾഡ് പെൺകുട്ടികളായിരിക്കും. അവർക്ക് ഉമ്മമാർ ഭക്ഷണം കൊടുക്കത്തില്ല. എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബിയുടെ വെയിറ്റ് കുറയ്ക്കണം, ബേബിയുടെ വെയിറ്റ് കുറഞ്ഞിരുന്നാലേ നോർമൽ ഡെലിവറി ആവുള്ളൂ, അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് പലരുടെ നിന്ന് കിട്ടിയ ഉത്തരം. പക്ഷേ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ്. ശരിക്കും 28 ആഴ്ച വരെ ബേബി മെയിനായിട്ട് ബേബിയുടെ ബോഡി പാർട്സ് അങ്ങനെയൊക്കെ ഉണ്ടായി വരുന്ന സമയമാണ്. 28 ആഴ്ച എടുക്കുമ്പോൾ ഒരു കിലോ മാത്രമേ ബേബിക്ക് ഉണ്ടാവൂ, അതായത് 7 മന്തിലോട്ട് കയറുമ്പോൾ. അത് കഴിഞ്ഞാണ് ബേബി ആക്ച്വലി വെയിറ്റ് കൂടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സിവിയറായിട്ട് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേബിക്ക് ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പം ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 32 ആഴ്ചയിൽ ഗ്രോത്ത് സ്കാൻ ചെയ്യുമ്പോൾ 32 ആഴ്ചയിൽ നോക്കേണ്ടപ്പോൾ 29 ആഴ്ച അല്ലെങ്കിൽ 28 ആഴ്ച വരെ വളർച്ചയുണ്ടാവും. അപ്പോഴേ ഒരു 3 ആഴ്ച 4 ആഴ്ച വരെ വളർച്ച കുറവ് കുട്ടിക്കുണ്ടാവും. അപ്പോഴേ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് പലപ്പോഴും കാണുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഫുഡിൻ്റെ കാര്യം ചോദിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയും ഈസി ആയിട്ട് ഡെലിവറി ആവാൻ വേണ്ടിയിട്ടും ഇവരായിട്ട് മനഃപൂർവ്വം ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണെന്ന്. ആക്ച്വലി 28 ആഴ്ച കഴിഞ്ഞാലാണ് നമ്മൾ ഫുഡ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത്. കാരണം ഓരോ അമ്മമാർക്കും ബോഡി വെയിറ്റ്, അതായത് ബേബിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ്, ഓരോ പാരൻസിനെ അനുസരിച്ചിരിക്കും. ഒരു അമ്മ നല്ല പൊക്കമുള്ള നല്ല സൈസുള്ള ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3.6 kg ആയിരിക്കും ഡെലിവറി സമയത്ത് ആ അമ്മയുടെ നോർമൽ ബേബി വെയിറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് പൊക്കം കുറഞ്ഞ് കുഞ്ഞ് മെലിഞ്ഞിട്ട് ഉള്ള ഒരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബേബിയുടെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 200-300 ആയിരിക്കും. പക്ഷേ നമ്മൾ നോർമലി ഇന്ത്യയിൽ നോർമൽ ബർത്ത് വെയിറ്റ് ആയിട്ട് കണക്കാക്കുന്നത് 200-500 മേലെയാണ്. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് എന്നാണ് എടുക്കുക. ഇനി ഇതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണോ ദോഷമാണോ സംഭവിക്കുന്നതെന്ന് നോക്കാം. അതായത് നിങ്ങൾ സിവിയറായിട്ട് ഗ്രോത്ത് കുറച്ച് ബേബി ഇപ്പോൾ ഡെലിവറി സമയത്ത് ഒരു 200-200 ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണോ ദോഷമാണോ ചെയ്യുന്നത് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടി ഉള്ളിൽ വെച്ച് അനക്കം നിന്ന് പോകാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷനാണ്. അതായത് കുട്ടിയുടെ വളർച്ച കുറവാണ്. ഉള്ളിൽ വെച്ച് കുട്ടിക്ക് ആവശ്യത്തിനുള്ള ഫുഡും ബ്ലഡും ഓക്സിജനും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ആണ് കുട്ടിയുടെ അനക്കം ഉള്ളിൽ വെച്ച് നടക്കാറ്. മിക്കവാറും അത് ഡയഗ്നോസ് ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഒരു 37 ആഴ്ച 38 ആഴ്ചയിലായിരിക്കും സ്കാൻ ചെയ്യുന്നത്, ലാസ്റ്റ് സ്കാൻ. അപ്പോഴത്തേക്കിന് ബേബി ഓൾറെഡി 200-2 കിലോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് റെസ്ട്രിക്ഷനാണ് ഇൻട്രായൂട്രൈൻ ഡെത്ത്, അതായത് ഉള്ളിൽ വെച്ച് കുട്ടി മരിച്ചു പോകാനുള്ള മോസ്റ്റ് കോമൺ കോസ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ വെച്ച് മരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് 37 വീക്സ് കഴിഞ്ഞാൽ, അതായത് ഒരു 37 ആഴ്ചയാകുമ്പോൾ കുട്ടി മെച്ചറാവും എന്നാണ് നമ്മൾ പറയുന്നത്. 37 ആഴ്ച കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബേബീസിനെ, അതായത് 2 കിലോ 200 ഉള്ള ബേബീസിനെ നമുക്ക് ഡേറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് വരെ എത്രത്തോളം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് കൂടും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴ്ഭാഗം സോഫ്റ്റായി വരികയും താഴ്ഭാഗം വികസനം വരികയും കുറച്ചൊക്കെ ഓൾറെഡി നമ്മൾ ടാബ്ലറ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെത്താനെ വികസിക്കുകയും അല്ലെങ്കിൽ തന്നെ പെയിൻ വരാനുള്ള സാധ്യത കൂടുതലും നമ്മൾ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുമ്പോഴാണ്. നേരെ മറിച്ച് ഇങ്ങനത്തെ ബേബീസ് ഉള്ളപ്പോൾ നമുക്ക് 37 ആഴ്ച കഴിഞ്ഞ് ബേബീസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ബേബീസാണ്. ഉള്ളിലിരിക്കും തോറും ചിലപ്പം അകത്ത് വെച്ച് അനക്കം നിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ബേബീസിനെ നമുക്ക് നേരത്തെ ഡെലിവറി ചെയ്യിപ്പിക്കേണ്ടി വരും. അത് കാരണം നമുക്ക് പെയിൻ വരുത്താൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. താഴ്ഭാഗം വികസിപ്പിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇതെല്ലാം പോട്ടെ, ഇനി നമ്മൾ പെയിൻ വന്നു എന്ന് തന്നെ വെച്ചോളൂ. ഡെലിവറി പെയിൻ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു നോർമൽ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് ഇടവിട്ട് വരുന്ന വേദന ആയിരിക്കും. അത് ഒരു 10 മിനിറ്റ് എടുത്താൽ ഒരു 3-4 പെയിൻ ഉണ്ടാവും. അത് 45 സെക്കൻഡ് വരെ ലാസ്റ്റ് ചെയ്യുന്ന പെയിനാണ് നമ്മൾ നല്ല പെയിൻ എന്ന് പറയാം. ഈ 45 സെക്കൻഡ് പെയിൻ വരുന്ന സമയം കുട്ടിയിലേക്കുള്ള ഓക്സിജൻ ടോട്ടലി കട്ടാവുകയാണ്. അപ്പോൾ നോർമൽ ബർത്ത് വെയിറ്റ് ഉള്ള ബേബീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഓക്സിജൻ കട്ടാവുന്നത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അവർക്ക് നോർമൽ ഹാർട്ട് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ
ബർത്ത് വെയിറ്റ് ലോ ആയിട്ടുള്ള ബേബീസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി റെസ്ട്രിക്റ്റഡ് ബേബീസ് ആണ്. അത് കാരണം ഓക്സിജൻ ഈ സമയത്ത് കട്ടാവുമ്പോൾ ഈ ബേബീസിൻ്റെ ഹാർട്ട് ബീറ്റ് താഴ്ന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോൾ ചിലപ്പോൾ 90കൾ നോർമലി അത് 110 മേലെ നിൽക്കണം, 90കൾക്ക് താഴെ പോകും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ഇവരെ വെക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നേരത്തെ സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പം ഇതൊക്കെ ആക്ച്വലി ഈ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. ഈ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. കാരണം ഈ ഒരു 32 ആഴ്ചയിൽ ഗ്രോത്ത് നോക്കി അവരുടെ അടുത്ത് ഫുഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറയുകയും പ്രോട്ടീൻ പൗഡറൊക്കെ കൊടുത്ത് ഫുഡിൻ്റെ എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞ് കൊടുത്ത് കഴിയുമ്പോൾ ബേബി വെയിറ്റ് നോർമൽ ആവാറുണ്ട്. അപ്പോൾ അത് അമ്മമാർ മനഃപൂർവ്വം ബേബി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഫുഡ് കുറച്ചിട്ടാണ് ബേബിക്ക് വെയിറ്റ് ഇല്ലാണ്ടായത്. അത് കണ്ടതുകൊണ്ട് ആക്ച്വലി ഇതിനെപ്പറ്റി പറയണം തോന്നി. അതിന് അഡ്വാൻറ്റേജസിനേക്കാളും ഗുണങ്ങളെക്കാളും ദോഷങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ സിവിയറായിട്ട് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല.